ഹായ് ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒരു വെളിച്ചമുണ്ട് കാരണം നട്ട വെയിലാണ്. ഈ വീടിൻ്റെ എല്ലാ സൈഡും വെയിലാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, വാച്ച് ഈ വീട്ടിൽ ഈ ബാൽക്കണിയിൽ ഇരുന്ന് ഞാൻ എന്തിനാ വാച്ച് വെക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഫുൾ ഡേ എത്ര സ്റ്റെപ്സ് ഞാൻ നടക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രഹസനം. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, സെൻലി യൂട്യൂബ് ഹോളിക് എന്ന് വെച്ചാൽ എന്നെപ്പോലെ യൂട്യൂബ് ഹോളിക് ആയിട്ടുള്ള ആൾക്കാരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, നമ്മളുടെ യൂട്യൂബിൽ ഒരു കണ്ടന്റാണ് ഇങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്സ്, റിയാക്ഷൻ വീഡിയോസ്, ലോങ് വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ചില യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം റിയാക്ട് ചെയ്ത വീഡിയോസ്, 3 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ, 10 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ, 14 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ, നൈറ്റ് 12 മണിക്കൊക്കെ ഈ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. യൂട്യൂബിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച നമ്മൾ വേറെ ഏതൊക്കെ വീഡിയോയിലോട്ട് സ്വിച്ച് ചെയ്താലും ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനെങ്കിലും വരും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ വീഡിയോസ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് ഇട്ടിട്ടില്ല. ഞാൻ ടോപ്പിക് ഇടാൻ ആഗ്രഹിക്കുന്നുമില്ല, ഞാൻ ആ ടോപ്പിക് ഇടൂല. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി 3 ആൾക്കാരോട്. ഫസ്റ്റ്ലി, ഈ കണ്ടന്റ് ഇടുന്ന ആൾക്കാരോട്. സെക്കൻഡ്ലി, റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോട്. തേർഡ്ലി, ഇത് കാണുന്ന ആൾക്കാരോട്. ഈ 2 കാറ്റഗറീനേക്കാൾ ഇപ്പോൾ കണ്ടന്റ് ഇടുന്ന ആൾക്കാർ ഇൻകമിനാന്ന് കരുതാം, ഇടുന്ന ആൾക്കാർ അവരുടെ സത്യം തെളിയിക്കാനാന്ന് കരുതാം. ഈ കാണുന്ന ആൾക്കാർ വേറെ ചില അക്കൗണ്ടൊക്കെ കയറി കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു വീഡിയോന് ഇത്ര വ്യൂ ഇല്ല. ഈ ഒരു കണ്ടന്റിൻ്റെ ടൈറ്റിൽ വന്നാൽ തന്നെ വ്യൂ ഇങ്ങനെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ലൂപ്പല്ല. നമ്മളിങ്ങനെ പറയുമല്ലോ, ഒരാൾ പറയുന്നു, അതിന് മറ്റേ ആൾ പറയുന്നു, അത് കേട്ടോ ഒരാൾ പറയുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലൂപ്പല്ല. ഇതെനിക്ക് തോന്നുന്നത് ചന്ദനമഴ സീരിയൽ എപ്പിസോഡാണ് തോന്നുന്നത്. കാരണം ഇതിനൊരു അവസാനമല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നത്, നമ്മളുടെ വളരെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഷെയർ ചെയ്തത് കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് സെക്കൻഡ് ചോദിക്കാനുള്ളത്. നമ്മുടെ സോഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ ഒരു വ്യത്യാസം എന്തായാലും വേണം. നമ്മുടെ പേഴ്സണൽ ലൈഫ് ഈ സോഷ്യൽ ലൈഫിലോട്ട് കൊണ്ടുപോയിട്ടിട്ട് അതിങ്ങനെ 100 ആൾ കീറി മുറിച്ച് അവരുടേതായ ഒരു സ്റ്റോറി, വേറൊരു 200 ആൾ കീറി മുറിച്ചിട്ട് അവരുടേതായ ഒരു സ്റ്റോറി. കാരണം 100 പോസിറ്റീവും 100 നെഗറ്റീവും ആണല്ലോ നടക്കുന്നത്. എന്തിനാണിത് ചെയ്യുന്നത്? അല്ലെ, ഇത് ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഈ ടൈപ്പ് ഓഫ് കണ്ടൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഷെയർ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്? അല്ലെ, ഷെയർ ചെയ്യുന്നതിൽ കൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വല്ല കോടതിയായിട്ടോ അല്ലെ ജഡ്ജി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഫൈനലി കിട്ടുമെന്നുള്ളൊരു സാധനമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? നെവർ. ഇത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ദിസ് ഈസ് എ കണ്ടന്റ്, വെറും വീഡിയോൻ്റെ ഒരു കണ്ടന്റ് മാത്രമാണ്. അവർ ഒരു 100 ആൾ റിയാക്ട് ചെയ്തിട്ടു എന്ന് കരുതിയിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ റീസെൻ്റ്ലി ഇട്ട കുട്ടിയുടെ വീഡിയോ, +2 എക്സാം റിലേറ്റഡ് വീഡിയോ ഞാൻ ഇട്ട സമയത്ത് അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ് വലിയൊരു ലോങ് കമൻറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് പിൻ അതിൻ്റെ ലാസ്റ്റ് പറയുന്ന ഇത്രയേ ഉള്ളൂ: ഞങ്ങളും ഇതിനെപ്പറ്റി പറയുന്നു, നിങ്ങളും ഇതിനെപ്പറ്റി പറയുന്നു. 1-2 ദിവസം ഇതിനെപ്പറ്റി പറയും, പക്ഷെ ഇതിനൊരു തീരുമാനം കിട്ടണമെങ്കിൽ മുകളിലെ ടീം തന്നെ അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തന്നെ തീരുമാനിക്കണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ യൂട്യൂബിൽ വന്ന് പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ യൂട്യൂബേഴ്സായി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരോ ഒന്നും ഏറ്റവും മുകളിലുള്ള ആൾക്കാരല്ല എന്ന് ആദ്യം മനസ്സിലാക്കും. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഫീൽ ചെയ്തോ? ചേഞ്ച് മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടാവും. സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറേ പോസിറ്റീവായിട്ടുള്ള കമൻസ് വരാം, പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് വരാം. പക്ഷേ ഈ പെർട്ടിക്കുലർ ആളുടെ മെൻ്റൽ കണ്ടീഷനോ അല്ലെങ്കിൽ ആൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കോ ഒരു പരിഹാരം കിട്ടിയോ? ഒരു ഫൈനൽ സൊല്യൂഷൻ ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇന്ന് സപ്പോർട്ട് ചെയ്താൽ നാളെ എടുത്ത് വലിച്ചെറിയും, നാളെ വലിച്ചെറിഞ്ഞാൽ മറ്റന്നാളെടുത്ത് സപ്പോർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഈ സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ പോസിറ്റിവിറ്റിയോ ലൈഫ് ലോങ് കിട്ടുന്നു എന്നും കരുതണ്ട. ഇഫ് ഓപ്പോസിറ്റുള്ള ആൾ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇതുപോലെ അങ്ങോട്ട് തിരിയും, ഈ റിയാക്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇതുപോലെ അങ്ങോട്ട് തിരിയും. നത്തിങ് ക്യാൻ ബ്രിങ് ചേഞ്ച് ഇൻ യു. സോ സോഷ്യൽ മീഡിയേനെ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി പറയാണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, എവറി കോയിൻ ആസ് എ ടു സൈഡ് അല്ലേ. നമ്മളിപ്പോൾ ഒരു കോയിൻ ഇതാക്കുമ്പോൾ ഒരു ഹെഡും ഉണ്ട് ഒരു ടെയിലും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കഥയ്ക്കും ഒരു നല്ല വശമുണ്ട്, ഒരു ചീത്ത വശമുണ്ട്. അപ്പം ടു ഓൾ ദ റിയാക്ടേഴ്സ്, നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ സ്റ്റോറി. അപ്പം എൻ്റെ ഫ്രണ്ട് ഹിമ, അവൾ എന്നോട് പറഞ്ഞതാണ്, അമ്മ ഈ ടോപ്പിക്ക് നീ ഒന്ന് റിയാക്ട് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഫസ്റ്റ് തിങ് എനിക്കിതിൻ്റെ ഫുൾ സ്റ്റോറി അറിയില്ല. സെക്കൻഡ് തിങ്, എവിടെയോ കേട്ടോ 1-2 മുറി വെച്ചിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണേ നമുക്ക് ഉറപ്പുണ്ടാവണം. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു വിഷയം നടന്ന് അതിൻ്റെ കൺക്ലൂഷൻ എത്തിയിട്ടായിരിക്കും എൻ്റെ റിയാക്ഷൻ വീഡിയോസ് വരിക. ദ റീസൺ ഈസ് എനിക്ക് ആ ഫുൾ സ്റ്റോറി ഫുൾ പ്ലോട്ട് അറിയാണ്ട് ഞാൻ സംസാരിക്കില്ല. സോ ഐ തിങ്ക് ടു ഓൾ ദ പബ്ലിക് എല്ലാത്തിനും ഒരു മറുവശവും ഉണ്ട്. ചിലപ്പോൾ 80-90% ഒരാളുടെ ഭാഗത്താണ് ശരിയെങ്കിലും ചിലപ്പോൾ ഒരു 10% ഓപ്പോസിറ്റ് സൈഡിനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. കീപ്പ് ഇൻ മൈൻഡ്, വെൻ നോബഡി ഇൻ ദ വേൾഡ് ഇസ് പെർഫെക്റ്റ്. ഈ വേൾഡിൽ ഒരാളും പെർഫെക്റ്റ് അല്ല. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്ന എനിക്കും എൻ്റെതായ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരുപാട് മിസ്റ്റേക്സുകൾ എനിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് തിങ്ക് ഇതൊക്കെ അല്ലെങ്കിൽ എല്ലാം സത്യമാണ്. നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ കൈ ചൂണ്ടെന്ന് അറിയാലോ. നമ്മൾ ഒരാളുടെ മിസ്റ്റേക്ക് ഇങ്ങനെ ചൂണ്ടി പറയുന്ന സമയത്ത് ബാക്കി 3 ഫിംഗേഴ്സ് നമ്മളെയാണ് ചൂണ്ടുന്നതെന്ന് പറയും. സത്യം. കാരണം ഒരാളുടെ ഒരു കുറ്റം പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ബി 100% പെർഫെക്റ്റ് എന്ന് മാത്രമേ നമുക്ക് മറ്റൊരാളുടെ കുറ്റം പറയാൻ പറ്റൂ. ഫൈനലി ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനത്തെ ഒരു ലൂപ്പ് സ്റ്റോറീസിനുള്ള ഒരു സ്പേസ് ആക്കാണ്ട് നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് വളരെ സ്ട്രോങ്ങറായി നിന്ന് തരണം ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, പ്രശ്നം ഇങ്ങനെ അനുഭവിച്ച് ഗുരുതരമായി പിന്നെ ആ പ്രശ്നമൊക്കെ ഒന്ന് സോൾവായി എല്ലാം തീർന്നു കഴിയുമ്പം പഴയ പ്രശ്നങ്ങൾ കുത്തി തുറക്കരുത്. അതിലും എത്രയോ നല്ലതാണ് ഈ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയം തന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങുക. അന്നും ഈ സോഷ്യൽ മീഡിയാസും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും പബ്ലിക്കും ന്യൂസും എല്ലാം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതിനെപ്പറ്റി ടോപ്പിക്കില്ല, ഡിസ്കഷനില്ല, വർത്താനമില്ല, ഒന്നുമില്ല. പക്ഷേ ഇന്നാണ് നമ്മൾ എല്ലാം ഒരു വിഷയമായി ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാം ഒരു വിഷയമായി സംസാരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഏറ്റവും നല്ലത് എന്താ അറിയോ, ഫൈനൽ ഔട്ട്പുട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾ പറയാം. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് നേരെ കയറി എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഇന്നതാണ്, ഇന്ന രീതിയിലാണ്, ഈ രീതിയിലാണ്, അവിടെ നിന്നാണ്, ഇവിടെ നിന്നാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനേക്കാളും ആ പ്രശ്നം നേരെ ഡയറക്റ്റ് പറയേണ്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വളരെ ക്ലിയറായി ഒറ്റ വീഡിയോയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ദി ഇഷ്യൂ സോൾവ്സ്. ഇതിങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് എന്ത് ഇതുകൊണ്ട് കിട്ടുന്നു ഒരു സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഞാനിവിടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ കാണുന്ന ഒരു 16 മിനിറ്റോറിലേക്ക് 8 മിനിറ്റാണ് എൻ്റെ ഡേ എന്ന് തോന്നുന്നുണ്ടോ? അതിൽ എനിക്ക് കാണിക്കേണ്ട കാര്യങ്ങളെ ഞാൻ കാണിക്കൂ, എനിക്ക് കാണിക്കേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ അതിൽ കാണിക്കില്ല. അതിൻ്റെ ഒരു ഇതുപോലും ഇല്ലേലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് ടു ദ ഗൈസ് ഹു ഡു ഓൾ ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ്, ചെയ്യേണ്ടെന്നല്ല, അക്കൗണ്ടാണ്, മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ പേയ്മെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്ക് ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോസേ ചെയ്യൂ. ഈ വീഡിയോ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് വീഡിയോ ഇടണം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ കുറേ അല്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, കുറേ കേസുകൾ, കുറേ ഡ്രഗ്സിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലോട്ടും കൂടി ഒരു ചെറിയ ഫോക്കസ് കൊടുക്കും. അപ്പോൾ അതും കൂടി ഒന്ന് കാണാനും അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചു നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ചാനൽ എടുത്തിട്ട് ആ തംസ് ഫുള്ളൊന്ന് നോക്കി നോക്ക്, ഇത് മാത്രമേ ഉള്ളൂ. സോ നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അതിനും കുറച്ച് പ്രയോറിറ്റീസൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ജസ്റ്റ് വോണ്ട് ടു ഇത്ര കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി, അതാണ് ഞാൻ വന്നിരിക്കുന്നത്.
സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കുകളെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ഇന്ന് നമുക്ക് നോക്കാം എന്തൊരു സാധനമാണ് സംസാരിക്കാൻ വരിക. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. സോ